ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ എല്ലാം വീടുകളിലെ കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണല്ലോ കിച്ചൺ സിങ്ക്. ഇതെടുക്കുന്ന കാര്യത്തിൽ, ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് വീഴ്ച പറ്റിയാൽ നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം മറ്റു വസ്തുക്കൾ നമ്മൾ മാറ്റുന്നത് പോലെ, ഉദാഹരണത്തിന് ടാപ്പോ അല്ലെങ്കിൽ ഷവറോ നമ്മൾ മാറ്റുന്നത് പോലെ നമ്മുടെ സിങ്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഇനി കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവ് നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സിങ്ക് എടുക്കുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇതിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കിച്ചൺ സിങ്കിൻ്റെ നിർമ്മാണത്തിലോ ഇതിൻ്റെ വിതരണത്തിലോ അല്ലെങ്കിൽ കമ്പനികൾ വരുന്ന മാർജിൻ്റെ കാര്യത്തിലോ ഒരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്, ഇതിൻ്റെ റോ മെറ്റീരിയൽ ഏത് തരം സിങ്കാണ്, ഏത് തരം സ്റ്റീലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടിയതിലേക്ക് പോകുമ്പോഴോ കുറഞ്ഞിലേക്ക് പോകുമ്പോഴോ ഏത് തരം മെറ്റീരിയലാണ് ഈ സിങ്കിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള അറിവ് നമ്മൾ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞ സിങ്ക് നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഇത് ചൈനയിൽ നിന്ന് വരുന്നതാണ്. ചൈനയിൽ വരുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രാപ്പ് സ്റ്റീലാണ്. ഈ സ്ക്രാപ്പ് സ്റ്റീലിൻ്റെ ഒരു പ്രശ്നം, കാലക്രമേണ സിങ്കിൽ ഒരു കറുത്ത പുള്ളികൾ രൂപപ്പെട്ട് വരും. അതിനുശേഷം ഈ പുള്ളികൾ പിന്നീട് ലീക്കായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അത് വന്നിരിക്കും. പക്ഷേ ഇതറിയാതെ നമ്മൾ വാങ്ങുകയും ഇതിന് മാറ്റിവെക്കാനുള്ള ഭീമമായ ചിലവ് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട അവസ്ഥയാണ് കുറഞ്ഞ സിങ്ക് വാങ്ങിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അടുത്തത് 202 ഗ്രേഡാണ്. ഈ 202 ഗ്രേഡിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകൾ 50-50 ആണ്. നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയോ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് അടച്ചിട്ട് നമുക്ക് ഒരു കൊല്ലത്തേക്ക് നമുക്ക് വിദേശത്ത് നിൽക്കേണ്ട ആവശ്യങ്ങൾ വരികയോ, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുന്ന ഒരാളാണോ എന്നുണ്ടെങ്കിൽ ഇതിൽ ആ സിങ്കിൻ്റെ ആ മാറ്റ് ഫിനിഷ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്. രണ്ടാമത്, ഇത് കാലക്രമേണ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസും 50-50 ആണ്. ഇതും ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 304 ഗ്രേഡ് SS ആണ്. എല്ലാ പ്രമുഖ സിങ്ക് കമ്പനികൾക്കും 304 മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കുമ്പോൾ മറ്റ് ഗ്രേഡിനെ അപേക്ഷിച്ച് അല്പം വില കൂടുതലാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വാങ്ങിക്കുമ്പോഴുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളല്ല ഇത് ദൂരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിച്ചൺ സിങ്ക് വാങ്ങിക്കുമ്പോൾ അത് ഏത് ഗ്രേഡാണെന്ന് അറിയുക, വില നോക്കാതെ തന്നെ. ഗ്രേഡ് നിങ്ങൾ കൃത്യമായി നോക്കി നമ്മളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന ഒരു വസ്തുവെ കണക്കാക്കിക്കൊണ്ട് ഈ വസ്തുവെ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.